നമസ്തേ. 23/6/2025 തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മേടം, ചിങ്ങം, തുലാം രാശിക്കാർക്ക് ശുഭകരവും, ഇടവം, മിഥുനം, കന്നി, ധനു, കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, മകരം, മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് ഓരോ കൂറുകാരുടെയും വിശദമായ ഫലം നോക്കാം. എല്ലാവരും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ വീഡിയോ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, വളരെ സന്തോഷം തോന്നി. ഈ വീഡിയോയും അവരുടെ കുടുംബത്തിൻ്റെ ഒരംഗമായി തീർന്നു എന്ന് പറഞ്ഞ്. കാരണം എല്ലാ ദിവസവും അവർ കുടുംബത്തോടു കൂടി ഇത് കാണുന്നു എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷം. അത് കാണുകയും ഇത് കേൾക്കുകയും അതോടൊപ്പം അത് മനസ്സിലാക്കി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ദോഷങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം എന്നുകൂടെ ഞാൻ പറയുകയാണ്. എങ്കിലാണല്ലോ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കമൻറ്റ് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന കമൻറ്റുകളാണ് വീഡിയോ പൂർണ്ണമായിട്ടും വീണ്ടും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും. അതേപോലെ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അല്ലാണ്ട് കമൻറ്റുകളിലൂടെ ഒരിക്കലും വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകില്ല. കഴിഞ്ഞ ദിവസം ഒരു ആൾ ചോദിക്കണം കേട്ടു, ഫേസ്ബുക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാനൊരു കമൻ്റ് ഇട്ടിട്ട് മറുപടി തന്നില്ലോ. നിങ്ങളുടെ വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ഒരിക്കലും കമൻറ്റ് തരാൻ പറ്റില്ല, ഒക്കെ മറുപടി തരാനായിട്ട് പറ്റില്ല, അത് സാധ്യമാവില്ല. അതുകൊണ്ട് വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ഒരു കാരണവശാലും മറുപടി പ്രതീക്ഷിക്കേണ്ട. എന്നാൽ പൊതുവായ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കമൻറ്റിലൂടെ തരികയും ചെയ്യും. ഇനി നമുക്ക് ഓരോ കൂറുകാരുടെയും വിശദമായിട്ട് നോക്കാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ്. മേടക്കൂറുകാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ്. പൊതുവെ മേന്മയുള്ള ഒരു ദിവസം തന്നെയാണ്. അവർക്ക് എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അതേപോലെ അലസതയൊന്നും ഉണ്ടാവില്ല. സംശയമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ആരോഗ്യം ഒരു പരിധി വരെ മേന്മയുള്ളതായിരിക്കും. എന്നാൽ മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല. മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമം ആവശ്യമാണ്. അത് ഒന്ന് സ്വസ്ഥമാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ അഭിപ്രായ സ്ഥിരത കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ബുദ്ധി വേണ്ട രീതിയിൽ ആയിരിക്കില്ല. എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അല്പം പ്രയാസം ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഈ ദിവസം. എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അതിന് അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ചെറിയ മുൻകോപത്തെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ മക്കളുമായും ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. എന്നാലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഒരു അനുകൂലമായ സമീപനം ഉണ്ടാകുകയും ചെയ്യും. ഇനി മേടം രാശിയിലാണ് പറഞ്ഞത്. ഇനി ഇടവക്കൂറ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് പൊതുവെ
ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണിത്. അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. എന്നാൽ എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശക്തിക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ഒരു ആശ്രയഭാവം ഉണ്ടാവും. എല്ലാ കാര്യത്തിലും സംശയമായിരിക്കും, അലസതയായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കണം. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് അല്പം മനസ്സിന് പ്രയാസമുണ്ടാകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മുൻകോപം വളരെയധികം നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണിത്. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ആവശ്യമില്ലാതെ പോയി തലയിടുന്ന അവസ്ഥ ഒഴിവാക്കുക. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുവാനോ ഒക്കെ അനുകൂലമായ സമയമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കുറി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണിന്ന്. മനസ്സിന് ഒരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണ്. മനസ്സും ബുദ്ധിയൊന്നും അങ്ങനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്യാൻ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. എന്നാൽ അതേപോലെ ആരോഗ്യ കാര്യങ്ങളിലും മേന്മയുള്ള ദിവസമല്ല. ആത്മവിശ്വാസക്കുറവ്, അലസത, സംശയമൊക്കെ ഉണ്ടാവും. ഈ ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ഉദരരോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടമുണ്ടാകും. മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില നഷ്ടങ്ങൾ, മറ്റുള്ളവരുമായിട്ട് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായിട്ടുള്ള കലഹങ്ങൾ, തൊഴിലാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. അതുകൊണ്ട് തൊഴിൽ മേഖല വളരെയധികം മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജാതകത്തിലെ 10ാം ഭാവാധിപൻ അനുകൂലമല്ലാത്ത രാശിയിലായിരിക്കുകയാണെങ്കിൽ, അത് സഞ്ചരിക്കുന്നതും അനുകൂലമല്ലാത്ത രാശിയിലാണെങ്കിൽ, അതേപോലെ ജാതകത്തിലും അനുകൂലമല്ലാത്ത രാശിയിലൊക്കെ ആണെങ്കിൽ തൊഴിൽ മേഖല ഒന്ന് പ്രത്യേകം മിഥുന രാശിക്കാർ ശ്രദ്ധിക്കണം. പൊതുവെ അനുകൂലമായ സമയമാണ്. പക്ഷെ ജാതകാനുകൂലമല്ലാത്തത് വന്നുകൊണ്ട് അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം ഐല്യം. കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. അങ്ങനെ ആണെങ്കിലും അവിടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ്, വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. എങ്കിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങൾ, അലസത ഇതൊക്കെ ഉണ്ടാവും. എല്ലാ കാര്യത്തെയും ഒരു സംശയത്തോടു കൂടി നോക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന തോന്നലുണ്ടാവുക, ഒക്കെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ ശ്രമിക്കണം. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥ ഒക്കെ ഉള്ളവർ
പൊള്ളലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ അവർക്ക് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ച് സഹോദര സ്ഥാനീയർ മാത്രമല്ല, വേണ്ടപ്പെട്ടവരുമായിട്ട് പൊതുവേ കലഹം ഉണ്ടാകാതിരിക്കാൻ കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായ കാര്യത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കടബാധ്യത, അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത, അത് വളരെയധികം ശ്രദ്ധിക്കണം. വാഹനമൊക്കെ ഓടിക്കുക, അല്ലെങ്കിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുക, അല്ലെങ്കിൽ അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ അശ്രദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സുരക്ഷിതമായ മാർഗങ്ങളൊക്കെ അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ സ്വീകരിക്കണം. കാരണം കർക്കിടകത്തിൽ ഒട്ടും അനുകൂലമല്ല, ജാതകം കൂടെ അനുകൂലമല്ലാത്ത ദശാകാലങ്ങളാണ്, അല്ലെങ്കിൽ ദശാപഹാരങ്ങളോ ഛിദ്രങ്ങളോ ഒക്കെയാണ് ജാതകത്തിൽ നടക്കുന്നതെങ്കിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ധനപരമായ അനുകൂലമായ സമയമല്ല. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ മൂലം ചില അപകടങ്ങൾ, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്നവരുടെ സുഹൃബന്ധങ്ങൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ ശ്രദ്ധിക്കണം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ രക്ഷകർത്താക്കൾ. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സുഹൃബന്ധങ്ങളിലേക്ക് കർക്കിടകക്കൂറുകാർക്ക് ചെന്ന് പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണിത്. അനുചിതമായ സുഹൃബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയം, ലഹരി പദാർത്ഥങ്ങളോട് താല്പര്യം തോന്നുന്ന സമയമൊക്കെയാണ് കർക്കിടകക്കൂറുകാർക്ക്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ആയിട്ടുള്ള അങ്ങനെയുള്ളവർ, അവരുടെ രക്ഷകർത്താക്കൾ ഈ കൂറുകാരുള്ളവരുണ്ടെങ്കിൽ അവരുടെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. അതേപോലെ ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. ജീവിത പങ്കാളിയും മക്കളും ഒന്നും തന്നെ കർക്കിടകക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖല അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകക്കൂറുകാർ. ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യകാൽ ഭാഗം ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ആരോഗ്യം അനുകൂലമായിരിക്കും. എല്ലാ കാര്യത്തിലും സംശയമൊന്നുമില്ലാതെ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്യാനും നടപ്പിലാക്കാനും കഴിയുന്ന ഒരു ദിവസമാണ്. എന്നാൽ അവർക്ക് സഹോദര സ്ഥാനീയരത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായോ ധനപരമായോ മറ്റോ വേണ്ടപ്പെട്ടവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചോളണം. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരും. മറ്റുള്ളവരുമായുള്ള കലഹങ്ങളും ഉണ്ടാകും. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. ഒരു കാരണവശാലും ആവശ്യമില്ലാത്തിടത്ത് പോയി അഭിപ്രായം പറയരുത് ചിങ്ങക്കൂറുകാർ. കാരണം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച രീതിയിലായിരിക്കില്ല കേൾക്കുന്നവർ ഉൾക്കൊള്ളുക. അതുകൊണ്ട് അഭിപ്രായം പറയാതിരിക്കുന്നതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നല്ലത്. അതേപോലെ എടുത്തു ചാടി ഒരാലോചനയുമില്ലാതെ ഒന്നും പറയാതിരിക്കുക. അങ്ങനെ പറയുന്നതുകൊണ്ട് ജീവിതത്തിൽ ചില നഷ്ടങ്ങളും ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട്. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് ചിങ്ങൻ രാശിക്കാർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാര്യം അവർക്ക് ശുഭകരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ശുഭകരമായ ദിവസങ്ങളുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് ഇതൊക്കെ ഒഴിവാക്കി ആ ദിവസത്തെ വളരെ നല്ലതാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ശുഭകരമായ ദിവസം തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ശുഭകരമായ ദിവസത്തിൽ എങ്ങനെയാണ് ധനനഷ്ടം ഉണ്ടാകുകയെന്ന്. ശുഭകരമായ ദിവസമാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് ദോഷകരമായി തീരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാം ശുഭകരമാക്കാനുള്ള യോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശുഭകരമാകില്ല, അല്ലെങ്കിൽ എല്ലാം ദോഷകരമാകാനുള്ള യോഗമാണെന്നുള്ളത് കൊണ്ട്
എല്ലാം ഒരു കാരണവശാലും ദോഷമാവില്ല. നമ്മുടെ ശ്രദ്ധയും അതിൽ വേണം. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുമെങ്കിലും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങക്കൂറുകാരും ശ്രദ്ധിക്കണം. ഇനി കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ അനുകൂലമാണ്. മനസ്സ് അത്ര ഭംഗിയായി പ്രവർത്തിക്കില്ല. ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. പക്ഷേ ഗുരുക്കന്മാരും പിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഒരാത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിലല്ലാത്തതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസം കൊണ്ട് എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്യാനായിട്ടൊക്കെ തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകണം, ഒരു പുതിയ കാര്യം ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയണം, ഒന്ന് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യത വരും. മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ചെറിയ തോതിലുണ്ടാവാം. ജലദോഷം, ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ഗർഭാശയ സംബന്ധമായ അസുഖമുള്ളവരും ഗർഭാവസ്ഥയിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കന്നി കൂറുകാരും. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ധനപരമായ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അംഗീകാരങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എങ്കിലും കുടുംബത്തിൽ ചെറിയൊരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും. തൊഴിൽ മേഖല അനുകൂലമല്ല. എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില അനുകൂലമായ നിലപാടുകളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവും. എന്നാൽ സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും തൊഴിൽ മേഖലയിൽ അനുകൂലമായിരിക്കില്ല. ഇനി തുലാം രാശി. തുലാം രാശിക്കാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ്. തുലാം ചിത്തിര അവസാന പകുതിഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ദിവസം തന്നെയാണ്. എങ്കിലും അവരുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മനസ്സും ബുദ്ധിയും ഒന്നും അങ്ങനെ വേണ്ട രീതിയിലാവില്ല. മാതൃസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് പൊതുവെ അനുകൂലമാണ്. ആരോഗ്യവും മേന്മയല്ല. ആത്മവിശ്വാസക്കുറവ്, ചില കാര്യങ്ങളിൽ ചില അലസത മൂലം നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുക. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. വിളർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത, അങ്ങനെയൊക്കെയുള്ള ഒരു അലർജി രോഗമുള്ള തുലാം രാശിക്കാരൻ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരൊക്കെ അവർക്ക് അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിലൊക്കെ ഭൂമി സംബന്ധമായും ഒക്കെ നേട്ടം ഉണ്ടാക്കാം. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യതയൊക്കെ കുറയും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ആരെങ്കിലുമായിട്ടൊക്കെ മുഷിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കലഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് അവരൊക്കെ ആയിട്ട് സൗഹൃദത്തിൽ വരാൻ കഴിയുന്ന ഒരു കാലമാണ് കുറച്ച് നാളത്തേക്ക് തുലാം രാശിക്കാർക്ക്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സൗഹൃദത്തിലാക്കാനായിട്ട് ശ്രമിക്കുക. ആരോടും പിണങ്ങി നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആരോടും മനസ്സിൽ വിരോധം വിചാരിക്കുകയോ വെറുപ്പ് വിചാരിക്കുകയോ ഒന്നും ചെയ്യരുത്. മനസ്സിനെ ശാന്താക്കുക. ആവശ്യമില്ലാത്ത വെറുപ്പുകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനും മാറ്റാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ്. കുറച്ച് നാളത്തേക്ക് ആ സമയമുണ്ട്. ഒരുപാട് നാളത്തേക്കൊന്നുമില്ല, ഒരു 5-8 ദിവസത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്ത് വിഷമങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഒരിക്കലും നമുക്ക് ആരോടും വിരോധം വേണ്ട. നമ്മളോട് ആർക്കെങ്കിലും ഒരു വിരോധം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ സമയദോഷം കൊണ്ടാണ്, അല്ലാണ്ട് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടല്ല.
അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ ആർക്കും നമ്മളോട് വിരോധം തോന്നില്ല. അപ്പോൾ നമ്മുടെ സമയം അനുകൂലം അല്ലാത്തതുകൊണ്ടാണ് വിരോധം തോന്നണേ. അപ്പോൾ നമ്മുടെ സമയം അനുകൂലം അല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് വിരോധം തോന്നിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അത് ബോധപൂർവം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സമയം അനുകൂലം അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് നമ്മളോട് വിരോധം തോന്നണേ. അതുകൊണ്ട് അവരോട് നമുക്ക് വിരോധം തോന്നേണ്ടതില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക തുലാം രാശിക്കാരൻ. അപ്പോൾ പറഞ്ഞു തീർക്കാനൊക്കെ കഴിയും. ഇപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായ സമയമാണ്. ധനപരമായ നേട്ടങ്ങളൊക്കെ തുലാം രാശിക്കാർക്ക് ഉണ്ടാകാൻ കഴിയുന്ന സമയമാണ്. മക്കളുമായിട്ടൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും, അവരിൽ നിന്നൊക്കെ നേട്ടങ്ങളുണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല. അതുമൂലം കുടുംബത്തിൽ ചെറിയൊരു സ്വസ്ഥതയും സമാധാനക്കുറവൊക്കെ തുലാം രാശിക്കാർക്ക് ഉണ്ടാവും. എന്നാലും തൊഴിൽ മേഖല അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതേപോലെ പുതിയ പഠന കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ മേന്മയുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പുതിയ അറിവുകൾ നേടാനുള്ള അനുകൂല സമയമാണ്. അതൊക്കെ ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ കാലഘട്ടം അനുകൂലമാകുമ്പോൾ അതൊക്കെ ചെയ്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകൾ നല്ലതാണ്, സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ നല്ലതാണ്, ധനപരമായ നേട്ടങ്ങളുടെ തൊഴിൽ മേഖല അനുകൂലമാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. തുലാം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ ദിവസമായിരിക്കും ഇത്. ഇനി വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് വൃശ്ചിക രാശിക്കാർക്ക്. എല്ലാ കാര്യത്തിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുകൊണ്ട് ഈശ്വരനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി ദൈവാധീനം ഉണ്ടാക്കിയിട്ട് വേണം വൃശ്ചികക്കൂറുകാർ അവരുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കാൻ. കാരണം എല്ലാത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ്, അലസത, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാവും. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ വളരെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും, പക്ഷെ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. അതുപോലെ ഗുരുസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വൃശ്ചിക രാശിക്കാർ. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരാൻ ശരിക്കും യോഗമുള്ള ദിവസമാണ്. ഒരു കാരണവശാലും അതുകൊണ്ട് കടബാധ്യത വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കടം വാങ്ങാനും കടം കൊടുക്കാനും കഴിയുന്ന ഒരു സമയമല്ല വൃശ്ചികക്കൂറുകാർക്ക്. അതുപോലെ മറ്റുള്ളവരുമായി കലഹങ്ങൾ ഉണ്ടാകുക, മുൻകോപം മൂലം ചില നഷ്ടങ്ങളുണ്ടാവുക, വാക്കുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക, അശ്രദ്ധമായി ഉപയോഗിക്കുക, ഒരാവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കലഹപ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകും. അതേപോലെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമല്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനമൊക്കെ അശ്രദ്ധമായി ഓടിക്കാതിരിക്കുക, അതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. തൊഴിൽ മേഖലയിലൊക്കെ അപകടകരമായ അവസ്ഥയുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുക്കണം. സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണെങ്കിൽ അതൊക്കെ സ്വീകരിക്കണം. എന്നിട്ട് വേണം വൃശ്ചികക്കൂറുകാർ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ വളരെയധികം ദോഷങ്ങളുണ്ടാവും. ജാതകം അനുകൂലമാണെങ്കിൽ ദോഷം കുറയും കേട്ടോ. എങ്കിലും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദോഷങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടെന്നല്ല. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. ആ ബുദ്ധി ഉപയോഗിച്ച് അനുകൂലമല്ലാത്ത ദിവസങ്ങളെ, പ്രതികൂലമായ ദിവസങ്ങളെ അനുകൂലമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് ഈശ്വരാധീനവും നമ്മുടെ ശ്രദ്ധയും കരുതലുമൊക്കെ ആ ദിവസം നമ്മൾ പ്രത്യേകമാക്കുമ്പോൾ ദോഷകരമായ ദിവസത്തെ മുഴുവനും അല്ലെങ്കിൽ പോലും കുറേയൊക്കെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. തൊഴിൽ രംഗത്തും അത്ര അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ വൃശ്ചികക്കൂറുകാർ ഉപയോഗിക്കരുത്. ധനുരാശി, ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ മുക്കാൽ ഭാഗം. ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര മേന്മയില്ല. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, മാനസിക അസ്വസ്ഥത അതൊക്കെ ഉണ്ടായാൽ ശ്രദ്ധിക്കണം.
അതേപോലെ അലസത ഒന്ന് ശ്രദ്ധിക്കണം. ഉഷ്ണരോഗങ്ങൾ, പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കുക. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ വരാം. അതേപോലെ സഹോദര സ്ഥാനീയർ ഒന്നും അനുകൂലമല്ല. ചില ധനപരമായ കാര്യങ്ങളിൽ ചില കലഹങ്ങളൊക്കെ വരാം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. എന്നാൽ ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അല്പം മനസ്സിന് വിഷമമുള്ള അവസ്ഥ ഉണ്ടാവും. സ്വന്തമായി തൊഴിൽ സ്ഥാപനം നടത്തുന്നവർ തൊഴിലാളികളുമായി ഇടപെടുമ്പോഴും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മകരക്കൂറ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറ് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്. ദോഷകരമായ ദിവസമാണ്. കഠിന ദോഷമൊന്നുമല്ല, എങ്കിലും ദോഷകരമായ ദിവസമാണ്. ആരോഗ്യം അല്പം മേന്മയുള്ളതായിരിക്കും. എന്നാൽ മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. പക്ഷേ അലർജി സംബന്ധമായ അസുഖമുള്ളവർക്ക് പ്രയാസം ഉണ്ടാവും. ആസ്മ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുറിവുകളൊക്കെ വരാം. പിന്നെ വളരെയധികം ശ്രദ്ധ കൊടുക്കണം വാക്കുകൾക്ക്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അപ്പോൾ അവരുടെ ഉപദേശങ്ങളൊക്കെ എത്ര സ്വീകരിക്കണമെന്ന് സ്വയം തീരുമാനിക്കണം. അതേപോലെ വളരെ ശ്രദ്ധയോടുകൂടി വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. മുൻകോപം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഈ മുൻകോപം ഉണ്ടാകാതിരിക്കുക. കഴിയുമെങ്കിൽ കൂടുതൽ ആരോടും മകരക്കൂറുകാർ ഈ ദിവസം സംസാരിക്കാതിരിക്കുക. നെഗറ്റീവാണ് പറഞ്ഞു വരുന്നതെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പിക്കോളൂ. ഇന്ന് തന്നെ അഭിപ്രായം രേഖപ്പെടുത്തി പ്രസിദ്ധനാവേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതൊന്ന് അഭിപ്രായ രേഖപ്പെടുത്തലൊക്കെ ഒഴിവാക്കുക, മാറിപ്പോവുക കേട്ടോ മകരക്കൂറുകാർ. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എങ്കിൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാവും. അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കാരണം മകരക്കൂറുകാർക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസം അല്ല. കുംഭം. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാവും. അലർജി സംബന്ധമായ അസുഖങ്ങൾ, മാനസിക അസ്വസ്ഥത, ആസ്മ പോലുള്ള അസുഖമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം. അവർക്ക് അത്ര അനുകൂലമായ സമയമല്ല. മനസ്സ് ശാന്തമാക്കി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ദിവസം. കുംഭൻ രാശിക്കാർ. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായുള്ള ചില കലഹങ്ങൾ, മുൻകോപം മൂലമുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും വാക്കുകൾ കുംഭൻ രാശിക്കാർ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും പരിഹരിക്കാം. എങ്കിലും ഒരു ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും വേണ്ട ദിവസം തന്നെയാണ് കുംഭക്കൂറുകാർക്ക്. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനം ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. മീനം രാശി. ദോഷകരമായൊരു ദിവസമാണ് മീനം രാശിക്ക്. ഇനി കുറച്ച് നാളത്തേക്ക് അനുകൂലമല്ല അവർക്ക്. ഈ ദിവസം പ്രത്യേകിച്ചും ദോഷകരമാണ്. ആരോഗ്യ അനുകൂലമല്ല. വാദസംബന്ധമായ അസുഖങ്ങൾ, പിത്തരോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥ അതും ഉള്ളവർ ശ്രദ്ധിക്കുക. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. പക്ഷേ പിതൃസ്ഥാനീയരിൽ നിന്ന് മനസ്സിന് വിഷമമുണ്ടായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. എന്തെങ്കിലും ധനം കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് അത് കടം തീർക്കാനായിട്ട് ഈ മീനക്കൂറുകാർ ഉപയോഗിക്കുക. മറ്റൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ മാറ്റിവെച്ചാൽ ഒന്നും പ്രയോജനപ്പെടാതെ വരും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. അശ്രദ്ധമായ കാര്യങ്ങൾ മൂലം ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും. ധനപരമായി നഷ്ടമുണ്ടാകുന്ന സമയമാണ്. മക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയും അത്ര മേന്മയേറിയതല്ല. സഹപ്രവർത്തകരും തൊഴിലാളികളും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
മീനൻ രാശിക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ദിവസം അനുകൂലമല്ല. ഇതൊരു പൊതുവായ ഫലമാണെന്ന് മനസ്സിലാക്കുക. എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.